സുഖദേവ് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. പേപ്പർ കൊണ്ട് അദ്ദേഹം കാറ്റ് വീശിക്കൊണ്ടിരുന്നു. വീട്ടിനകത്ത് വീശുന്ന കാറ്റ് കൂടുതൽ ചൂടുള്ളതായിരുന്നു. അപ്പോഴാണ് യോഗേഷും വിപിനും വീട്ടിനകത്തേക്ക് വന്നത്. വരൂ വിപുൽ, യോഗേഷ്, നിങ്ങൾ രണ്ടുപേരും ഈ വെയിൽ കാരണം ഒരുപാട് ക്ഷീണിച്ചു പോയല്ലേ? ഗ്രാമം മുഴുവനും അവസ്ഥ ഇതാണല്ലേ? എല്ലാവരും വെയിൽ കാരണം അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അവർ രണ്ടുപേരും സുഖദേവിനടുത്തായി വന്നിരുന്നു. ആ പേപ്പറിൽ നിന്നും വരുന്ന കാറ്റ് അവരും ചെറുതായി ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങി. അതേ സുഖദേവ് ചേട്ടാ, ഞങ്ങളുടെ വീടുകളിൽ നെരുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നു. മണ്ണ് പോലും ഒരുപാട് ചൂടായിരിക്കുന്നു. നമ്മളുടെ അടുത്ത് വേറെ എന്തെങ്കിലും സ്ഥലമുണ്ടോ ഗ്രാമത്തിലിരിക്കുന്നവർ നന്നായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട്? ഗ്രാമത്തിൽ അതുപോലെ ഒരു വലിയ സ്ഥലം ഒന്നും ഇല്ല. ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ ഒരു ഗ്രാമത്തലവനായിരുന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്രാമത്തിൻ്റെ നടുക്കിരിക്കുന്ന വരണ്ടു പോയ മലകളിൽ കുറച്ച് വർഷങ്ങൾ മുൻപ് തണുത്ത കാറ്റ് വീശി എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഒരു നല്ല സ്ഥലം തേടാൻ പറ്റില്ലേ? ആ വഴി ഒരുപാട് പഴയതും വരണ്ടുപോയും കാണപ്പെടും. അവിടെ ആരും പോകാറില്ല. പക്ഷേ നിന്റെ അടുത്ത് വേറെ ഏത് വഴിയും ഇല്ലെങ്കിൽ നീ അവിടെ ചെന്ന് കാണാൻ പറ്റും. ഒരു പക്ഷേ അവിടെ വലിയ കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയേക്കും. വിപുലും യോഗേഷും മാറി മാറി ആത്മവിശ്വാസം കിട്ടിയതുപോലെ നോക്കി. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് അവർ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. യോഗേഷും വിപുലും നല്ല തണുത്ത കാറ്റ് തേടി ഗ്രാമത്തിന് പുറത്തുള്ള ശങ്കരി റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം രണ്ടുപേരും നിന്നു. പിന്നെ ദൂരെ ഒരു ഉയരമുള്ള വലിയ മല ഇരിക്കുന്നത് കണ്ടു. വിപുൽ, നമ്മൾ ഒരുപാട് ദൂരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും പാറകൾ മാത്രമാണ് ഉണ്ട്. ഈ വരണ്ടു പോയ കല്ലുകൾ ഇരിക്കുന്ന സ്ഥലത്ത് തണുത്ത കാറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. ശരി, വാ, നമുക്ക് തിരിച്ചു പോവാം. കുറച്ച് മുൻപിലോട്ട് പോവാം യോഗേഷ്. നോക്ക്, ആ സ്ഥലത്ത് കുറച്ച് വ്യത്യാസമായിട്ട് തണുത്ത കാറ്റ് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും വാസന വരുന്നുണ്ടോ? ഇത് ഏതോ അരിഞ്ഞ സുഗന്ധം പോലെ തോന്നുന്നുണ്ട്. ഇത് നാരങ്ങ സുഗന്ധമാണ്. ഈ വരണ്ടു പോയ പാറകളുടെ അടുത്ത് നാരങ്ങ സുഗന്ധം എവിടെ വരുന്നുണ്ട്? ശരി, വാ, ആ വലിയ പാറയുടെ പുറത്ത് ചെന്ന് നോക്കാം. അവിടെ നിന്നാണ് ഈ തണുത്ത കാറ്റ് വരുന്നുണ്ട്. യോഗേഷ് അത് മനസ്സിലാക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ നല്ലൊരു കാര്യം എന്താണെന്നാൽ അവനും അത് നന്നായി ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. രണ്ടുപേരും ആ മലയെ നോക്കി മുന്നിലോട്ട് നടന്നു ചെല്ലാൻ തുടങ്ങി. അവർ മുന്നിലോട്ട് പോകും തോറും അവിടെ ഉണ്ടായിരുന്ന ചൂട് പതുക്കെ പതുക്കെ ചെറുതായി കുറഞ്ഞു. യോഗേഷും വിപുലും ആ മലയുടെ മുകളിൽ കയറിയതും അവരുടെ കണ്ണുകൾ ശരിക്കും ഞെട്ടി നോക്കുകയായിരുന്നു. അവർ പുല്ലുകളുടെ ഇടയിൽ ഒരു വലിയ നാരങ്ങ ഇരിക്കുന്നത് കണ്ടു. അത് 2 നില വീട് പോലെ നല്ല ഉയരമുള്ളതായിരുന്നു. ആ വലിയ നാരങ്ങയിൽ കതകുകളും ജനാലകളും എല്ലാം ഉണ്ടായിരുന്നു. അവർ കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാനായില്ല. വാവ്, ഇത് ശരിക്കും ഒരു നാരങ്ങ വീടാണ്. കണ്ടില്ലേ, ഇതിലെ ജനാലകളും കതകും പോലും ഉണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത് ചെന്നാൽ കാറ്റ് തണുപ്പായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ വ്യത്യാസമായ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? നമ്മൾ അവിടെ പോകാമോ? ഒരു പക്ഷേ ഇതെന്തെങ്കിലും മാന്ത്രികമായിരിക്കുമോ? മാന്ത്രികമോ ഇല്ലയോ? പക്ഷേ ഈ വെയിൽ സമയത്ത് ഈ സ്ഥലം സ്വർഗം പോലെ ഉണ്ട്. വരൂ, അടുത്ത് ചെന്ന് നോക്കാം. പേടിക്കാൻ ഒരാവശ്യവും ഇല്ല. രണ്ടുപേരും മലയിൽ നിന്നും താഴേക്കിറങ്ങി ആ നാരങ്ങ വീടിനെ നോക്കി അവർ നടന്നു ചെല്ലാൻ തുടങ്ങി. രണ്ടുപേരും വീടിന്റെ കതകിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ചെന്ന് ആശ്ചര്യത്തോടെ 4 ചുറ്റിലും നോക്കാൻ തുടങ്ങി. പിന്നെ അവിടെ അടുത്തു നിന്നും വരുന്ന കാറ്റ് വീണ്ടും നല്ല തണുത്തതായിരുന്നു. പിന്നെ 4 ദിക്കിലും നാരങ്ങയുടെ നല്ല പുളിപ്പുള്ള മണം നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിപുൽ മുന്നിലേക്ക് ചെന്ന് ആ കതക് തട്ടി നോക്കാൻ തുടങ്ങിയത്. അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ദാഹമായിട്ടുണ്ട്. പിന്നെ പുറത്ത് ഒരുപാട് ചൂടായിട്ടുമുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം ഒരു വയസ്സായ മുത്തശ്ശി ആ കതക് തുറന്നു. അവരുടെ മുഖത്ത് സ്നേഹം നിറഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. അവർ ഒന്നും ചോദിക്കാതെ അവർ രണ്ടുപേരോടും അകത്തേക്ക് വരാനായി പറഞ്ഞു. വരൂ മക്കളെ, അകത്ത് ചൂട് നല്ല കൂടുതലായിട്ടുണ്ട്. എനിക്കറിയാം, ഈ ചൂട് കാലത്ത് ആരെങ്കിലും തീർച്ചയായും ഇങ്ങനെ ഇവിടേക്ക് വരുമെന്ന്. അമ്മായി, നിങ്ങള് ഇത്ര വലിയ നാരങ്ങയുടെ അകത്തിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാണ്? എല്ലാം കഴിയും മോനെ. ആദ്യം നിങ്ങൾ അകത്തേക്ക് വരൂ, ശാന്തമായി ഇരിക്കൂ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം.
വിപുലും യോഗേഷും അകത്തേക്ക് പോയതും തന്നെ വീട് കാണാൻ വളരെ സാധാരണമായും ഭംഗിയുള്ളതായും വ്യത്യാസമായും കാണപ്പെട്ടു. വീടിന്റെ നിറം നാരങ്ങ പോലെ മഞ്ഞ നിറത്തിലാണ്. വീടിനകത്ത് മരം കൊണ്ട് ചെയ്യപ്പെട്ട ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കെ, നിങ്ങൾ രണ്ടുപേർക്കും കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ചെന്ന് കൊണ്ടുവരാം. നന്ദിയുണ്ട് അമ്മായി. ഇവിടെ അകത്ത് വന്ന ഉടൻ തന്നെ എന്റെ ക്ഷീണമെല്ലാം പോയിട്ടുണ്ട്. ഈ സ്ഥലം എങ്ങനെ ഇത്ര തണുപ്പായിട്ടുണ്ട്? മുത്തശ്ശി രണ്ടുപേർക്കും 2 ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം കൊണ്ടുവന്നു. ഇത് ഈ നാരങ്ങ വീടിന്റെ മാന്ത്രികതയാണ് മോനെ. പുറത്തെ എത്ര വെയിലുണ്ടെങ്കിലും ശരി, ഈ വീടിനകം എപ്പോഴും നല്ല തണുപ്പായിരിക്കും. ഇത് കുടിക്കൂ, നിങ്ങൾക്കിത് വളരെ നന്നായിരിക്കും. രണ്ടുപേരും ആ ഗ്ലാസ് എടുത്തു. അതിലെ നാരങ്ങ വെള്ളം അവർ കുടിച്ചു നോക്കി. ആ നാരങ്ങ വെള്ളം കുടിച്ചതും അവർ രണ്ടുപേരുടെ മുഖവും സന്തോഷത്തിലായി. അടിപൊളി അമ്മായി, ഇത് അമൃതം പോലെ ഉണ്ട്. ഇതിലെ നാരങ്ങ തുളസിന്റെ ഒരുപാട് മണം വരുന്നുണ്ട്. അത് കാരണം എനിക്ക് മായ ലോകത്തിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇത് മാന്ത്രിക ലോകമൊന്നും അല്ല മോനെ, ഇത് പ്രകൃതിയുടെ ഒരു വ്യത്യാസമായ സമ്മാനമാണ്. അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അമ്മായി, നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? ഈ വലിയ നാരങ്ങ ഇവിടെ എങ്ങനെ വന്നത്? നിങ്ങൾ എത്ര ദിവസമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ മലയിൽ ഒരു ചെറിയ മൺവീട്ടിലാണ് താമസിച്ചിരുന്നത് മോനെ. ഒരു ദിവസം ഒരു വയസ്സായ വഴിപോക്കൻ ഇതുവഴി നടന്നു ചെല്ലുകയായിരുന്നു. അദ്ദേഹം വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും മയങ്ങി വീഴാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ സഹായിച്ചു. അദ്ദേഹത്തിന് കുടിക്കാൻ ഞാൻ വെള്ളം നൽകി. താമസിക്കാൻ അദ്ദേഹത്തിന് സ്ഥലം നൽകി. പിന്നെ എന്താ നടന്ന അമ്മായി? അദ്ദേഹമാണോ നിങ്ങൾക്ക് ഈ വീട് തന്നത്? പോകുന്നതിന് മുൻപ് അദ്ദേഹം മാന്ത്രികത നിറഞ്ഞ തിളങ്ങുന്ന ഒരു വിത്ത് എനിക്ക് നൽകിയിട്ട് പോയി. അദ്ദേഹം ആ വിത്ത് ഈ മലയുടെ മണ്ണിൽ വിതച്ചിടാൻ എന്നോട് പറഞ്ഞു. ദിവസവും കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ഞാനും അതുപോലെ ചെയ്തു. കുറച്ചു മാസങ്ങൾക്കകം മണ്ണിൽ നിന്നും ഒരു ചെറിയ ചെടി വളരാൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ ഒരു വലിയ നാരങ്ങയുടെ രൂപത്തിൽ മാറാൻ തുടങ്ങി. ഇത് ഒരു വലിയ വിചിത്രമായ കഥയാണ്. പക്ഷേ ഇത് എന്തിനാ മോശമാവുന്നില്ല? സാധാരണമായിട്ട് കണ്ടാൽ നാരങ്ങ കുറച്ച് ദിവസത്തിൽ മോശമായി പോകുമല്ലേ? ഇത് സാധാരണ നാരങ്ങയല്ല. ഇതിന്റെ വേരുകൾ ഭൂമിക്കടിയിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. ഇതിനവിടെ നിന്നും എപ്പോഴും ശുദ്ധമായ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ 10 വർഷങ്ങളായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് അഴുകിപ്പോയതുമില്ല, ഇതിന്റെ തണുപ്പ് കുറഞ്ഞതുമില്ല. ഇത് എന്റെ വീടാണ്, പിന്നെ എന്റെ ലോകമാണ്. യോഗേഷ് വിപുലിനെ ഒന്ന് നോക്കി. അവർ രണ്ടുപേർക്കും അവരുടെ കഷ്ടപ്പെടുന്ന ഗ്രാമവും അവിടെയുള്ള ജനങ്ങളെയും ഓർമ്മ വന്നു. വൈകുന്നേര സമയം സുഖദേവ് തന്റെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. വൈകുന്നേരം വീശുന്ന ആ കാറ്റ് ചെറിയ സുഖം നൽകി. അപ്പോഴാണ് വിപുലും യോഗേഷും അവിടേക്ക് വന്നത്. അദ്ദേഹത്തെ എണീപ്പിറ്റത്. നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നോ? എന്താ നിങ്ങളുടെ മുഖത്ത് ഒരുപാട് സന്തോഷം കാണുന്നുണ്ട്? സുഖദേവ് ചേട്ടാ, ഞങ്ങൾക്ക് ഒരു അത്ഭുതം കിട്ടിയിട്ടുണ്ട്. മലയുടെ പുറത്ത് ഒരു വലിയ നാരങ്ങ വീടുണ്ട്. നാരങ്ങ വീടോ? നിങ്ങളുടെ രണ്ടുപേരുടെ ബുദ്ധിയും ഈ വെയിൽ കാരണം മോശമായിട്ടുണ്ടോ? വിപുൽ പറയുന്നത് നേരാണ്. ആ വലിയ നാരങ്ങയുടെ അകത്ത് ഒരുപാട് തണുപ്പായിട്ടുണ്ട്. അത് കാരണം പുറത്തിരിക്കുന്ന വെയിൽ പോലും നമുക്ക് தெரிയുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യം നേരാണെങ്കിൽ എന്നെയും നാളെ രാവിലെ അവിടെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മളുടെ ഗ്രാമത്തിലിരിക്കുന്ന ആൾക്കാര് ആ തണുപ്പായ സ്ഥലത്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റുമെങ്കിൽ അവരെല്ലാവർക്കും സന്തോഷമായിരിക്കും. യോഗേഷും വിപുലും അദ്ദേഹം പറഞ്ഞതിന് സമ്മതിച്ചു. അടുത്ത ദിവസം യോഗേഷും വിപുലും സുഖദേവിനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ ആ നാരങ്ങ വീട്ടിലേക്ക് ചെന്നു. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. വിപുലും യോഗേഷും ഇന്നലെയാണ് നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തന്റെ കണ്ണിന്റെ മുൻപിൽ ഇങ്ങനെ വ്യത്യാസമായ ഒരു വീട് കണ്ടിട്ട് സുഖദേവിന് വിശ്വസിക്കാനായില്ല. ആ വീടിൽ തണുത്തിരിക്കുന്ന ആ മഞ്ഞൾ നിറ ചുമരിലേക്ക് അദ്ദേഹം തൊട്ടുനോക്കി. ഉടനെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ചൂട് കുറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി. നമസ്കാരം അമ്മേ, എന്നെ ക്ഷമിച്ചേക്കൂ. ആദ്യം ഞാൻ ഇവർ പറഞ്ഞ കാര്യത്തിനെ വിശ്വസിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ സ്ഥലം വളരെ അത്ഭുതമാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലിരിക്കുന്നവരെല്ലാം വെയിൽ കാരണം ഒരുപാട് ക്ഷീണിച്ചു പോയിരിക്കുന്നു. എനിക്കറിയാം മോനെ, പ്രകൃതി എനിക്ക് ഈ വലിയ വീട് ഞാൻ മാത്രം തനിച്ചിരിക്കാൻ വേണ്ടിയല്ല തന്നത്. പുറത്ത് ഗ്രാമത്തെ എല്ലാവർക്കും എപ്പോൾ അസുഖം വരുന്നോ, നിങ്ങൾ കുഞ്ഞുങ്ങൾ വയസ്സായ ആളുകളെ ഇവിടേക്ക് എപ്പോൾ വേണമെങ്കിലും അയക്കാം. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അതുകൊണ്ട് എല്ലാരും സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാം.
അമ്മായി, നിങ്ങൾ ശരിക്കും വളരെ ദയവുള്ളവരാണ്. ഞങ്ങൾ ഉച്ച സമയത്ത് ചില ആൾക്കാരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവർക്ക് തണുപ്പ് കിട്ടിയേക്കുമല്ലേ? ഈ വീട് എല്ലാവർക്കും സ്വന്തമാണ് മോനെ. ഈ വെയിൽ ഇരിക്കുന്നത് വരെ, അതുവരെ ഈ നാരങ്ങ വീട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. വരൂ, വീണ്ടും ഈ നാരങ്ങ ജ്യൂസ് കുടിക്കോ, പിന്നെ കുറച്ചു സമയം ഇവിടെ വിശ്രമിക്കോ. മുത്തശ്ശിയുടെ ഇത്രത്തോളമുള്ള സ്നേഹം കണ്ടിട്ട് എല്ലാവരുടെ മുഖവും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അടുത്ത ദിവസം ഗ്രാമത്തിൽ വയസ്സായവരും സുഖമില്ലാത്തവരും മുത്തശ്ശിയുടെ ആ നാരങ്ങ വീട്ടിലേക്ക് വന്നു. മുത്തശ്ശി എല്ലാരെയും സ്നേഹത്തോടെ പരിപാലിച്ചു. അവർ അവർക്ക് ഇലകൾ കൊണ്ട് ചെയ്യപ്പെട്ട ഔഷധങ്ങളും അവർക്കായി നൽകി. മുത്തശ്ശിയുടെ വൈദ്യം കൊണ്ട് എല്ലാവർക്കും ഗുണം പ്രാപിക്കാൻ തുടങ്ങി. ഇതോടുകൂടി നമ്മുടെ കഥയും അവസാനിക്കുകയാണ്.